ആദ്യം തന്നെ ഒരു ജാമ്യം എടുക്കുന്നു. ഞാൻ പറയുന്നത് എൻ്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലാണ്, ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന രീതിയിലല്ല. ഈ വേദി എന്ന യുക്തിവാദി പഠന കേന്ദ്രം ശ്രോതാക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് വരുവാണ്. പ്രീകാന ആൻഡ് പ്രോ ലൈഫ് ടെററിസം. ഈ വിഷയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മലയാളത്തിലൊരു ചോദ്യം എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കറക്ഷനുണ്ട്. ക്രിസ്ത്യൻ ഭീകരവാദം ഇന്ന് യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ഭീകരവാദം ഇന്ന് യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഈ വിഷയം. അത് ടെററിസത്തിൽ, റൈറ്റ് സൈഡിലുള്ള ടെററിസത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവുകയാണ്. ആദ്യം തന്നെ ടെററിസം എടുക്കാം. അതായത് ക്രിസ്ത്യൻ തീവ്രവാദം ഇന്ന് യാഥാർത്ഥ്യമാണോ? ക്രിസ്ത്യൻ തീവ്രവാദം പണ്ട് ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഏകദേശം 2-ാം നൂറ്റാണ്ട് മുതൽ ഒരു 18-19 നൂറ്റാണ്ട് വരെ 10-18 നൂറ്റാണ്ടുകൾ 10-17 നൂറ്റാണ്ടുകൾ നീണ്ട കാര്യമായിരുന്നു ക്രിസ്ത്യൻ ടെററിസം, ക്രിസ്ത്യൻ ഭീകരവാദം. അത് ചരിത്രത്തിലേക്ക് പോയാൽ നമുക്കറിയാം. അതല്ല നമ്മുടെ വിഷയം. അവിടെ കൃത്യമായിട്ടും ബിബ്ലിക്കലായിട്ട് തന്നെ ഈ തീവ്രവാദം നടത്തിയിരുന്നു. ബൈബിളിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ്. അന്യ മതങ്ങൾ അല്ലെ അന്യ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലുക, ഹോമോസെക്ഷൽ ആയിട്ടുള്ളവരെ കൊല്ലുക, അല്ലെങ്കിൽ മന്ത്രവാദിനികളെ കൊല്ലുക. ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ ഇസ്ലാം ഭീകരവാദമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ക്രിസ്ത്യൻ തീവ്രവാദം ഒരു പ്രശ്നമില്ല, ക്രിസ്ത്യാനികളൊക്കെ പാവങ്ങളാണ്. ഈ ഒരു ചോദ്യത്തിനും ഇവിടെ തന്നെ ഒരു ഉത്തരവുണ്ട്. ഈ ചരിത്രത്തിൽ ബോംബോ തോക്കോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇസ്ലാമിന് തൊടാൻ പറ്റാത്തത്ര ആൾക്കാരെ ക്രിസ്ത്യാനികൾ കൊന്നുകൂട്ടിയേനെ. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ നമ്പർ അല്ലെങ്കിൽ അന്നത്തെ പോപ്പുലേഷൻ തന്നെ വളരെ കുറവാണ്. കൊല്ലാനുമുള്ള മാർഗ്ഗങ്ങൾ കുറവാണ്. ബോംബൊന്നും അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് നടന്നാണ് ക്രിസ്ത്യൻ തീവ്രവാദം. അതേപ്പറ്റി ചർച്ചയില്ല, അതേപ്പറ്റിയുള്ള ഡിബേറ്റ് ഇതല്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരുവാണ്. ക്രിസ്ത്യൻ തീവ്രവാദം ഇന്ന് ഒരു യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ തീവ്രവാദം ഇന്നൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അതിലേക്കാണ് ഞാൻ വരുന്നത്. ആദ്യം തന്നെ ക്രിസ്ത്യൻ തീവ്രവാദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ തീവ്രവാദം നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക് അറിയാം. എന്തൊക്കെ വേണം? ഒന്ന്, അതൊരു റിയാലിറ്റി ആവണമെങ്കിൽ വേണ്ടത് ആ മതവിശ്വാസികൾ പ്രോമിനൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ക്രിസ്ത്യൻ തീവ്രവാദം നടക്കണമെങ്കിൽ ക്രിസ്തുമത വിശ്വാസികൾ ഒരു ഏരിയയിൽ പ്രോമിനൻ്റ് ആയിരിക്കണം. ക്രിസ്തുമത വിശ്വാസികൾ പ്രോമിനൻ്റ് ആകുക എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത്? മത തീവ്രവാദികളല്ല. എല്ലാ വിശ്വാസിയും ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ്. അത് ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ ബൈബിൾ കൃത്യമായി പഠിച്ച് വിശ്വസിക്കുക, നിങ്ങൾ പറയുന്ന സഭ വിശ്വസിക്കുക, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായിട്ടൊരു തീവ്രവാദിയാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള കഴിവ് കുറവായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള മടിയായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ ശരിക്കുള്ള തീവ്രവാദികൾക്ക് മാനസിക പിന്തുണയും മറ്റുള്ള പിന്തുണയും കിട്ടുന്നു. തീവ്രവാദി അതൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു യൂറോപ്പ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ അവിടെ കൃത്യമായിട്ടുള്ള ക്രിസ്ത്യൻ തീവ്രവാദം നടന്നത്. എന്നാൽ ഇന്ന് ഈ യൂറോപ്പിൽ ക്രിസ്ത്യൻ വിശ്വാസികൾ എത്രമാത്രം ഉണ്ട്? തീർച്ചയായിട്ടും ക്രിസ്ത്യൻ നാമധാരികൾ വളരെയുണ്ട്. ക്രിസ്ത്യൻ നാമധാരികളുടെ ഒരുപാട് പേരുണ്ട്. പക്ഷേ മതം അപ്രധാനമായതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ നാമധാരികൾ അവിടുത്തെ ക്രിസ്ത്യൻ വിശ്വാസികളല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് യൂറോപ്പിൽ ഈ തീവ്രവാദം നടക്കുന്നില്ല. എക്സെപ്ഷൻ ഉണ്ട്. അയർലൻഡ് പോലെയുള്ള സ്ഥലത്ത് കത്തോലിക്ക വിശ്വാസികൾ വളരെ കൂടുതലാണ്. ചെറിയ തോതിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എങ്കിലും ജനറലി പറഞ്ഞാൽ യൂറോപ്പിൽ ഈ മതവിശ്വാസികൾ കുറവായതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ തീവ്രവാദം അവിടെ ഇല്ല. ക്രൈസ്തവ നാമധാരികളാണ്. അവർ പള്ളി പോകുന്നത് കൾച്ചറലായിട്ടാണ്. പള്ളി മരണത്തിനും അങ്ങനെയൊക്കെ പോകായിരിക്കാം. പക്ഷേ മെയിൻലി ഒരു കൾച്ചറൽ ക്രിസ്ത്യാനിറ്റിയാണ് അവിടെ ഉള്ളത്. ഇനി ഇന്ത്യയിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി മറ്റു മതക്കാരാണ് കൂടുതൽ. അപ്പോൾ ഇവിടെയും രക്ഷയില്ല. പിന്നെ എവിടെയാണ് ഉള്ളത്? US. അവിടെയാണ് ക്രിസ്ത്യൻ തീവ്രവാദം നടക്കുന്നത്. US ഈവൻ ഭരണത്തെ വരെ നിയന്ത്രിക്കാൻ ശക്തിയുള്ളതാണ് ക്രിസ്ത്യൻ വിശ്വാസികൾ. ക്രിസ്ത്യൻ വിശ്വാസികളുടെ എണ്ണമുണ്ട്, വിശ്വാസവും അവർക്കുണ്ട് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് തന്നെ US ക്രിസ്ത്യൻ തീവ്രവാദം നടക്കുന്നുണ്ട്. ആദ്യം അതിലെ ചില ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഷയത്തിലെ തന്നെ ഇപ്പുറത്തെ വാക്ക് വരുന്നത്, പ്രോ ലൈഫ് ടെററിസം. ഇപ്പോഴത്തെ, അതായത് ചരിത്രത്തിലുണ്ടായിരുന്ന 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ടെററിസം അല്ല ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ തീവ്രവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1990 ശേഷം ഈ 2025-26 വരെയുള്ള തീവ്രവാദമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് അവിടെ നടക്കുന്നത് പ്രോ ലൈഫ് ടെററിസം. പ്രോ ലൈഫ് ടെററിസം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഒരു കൾച്ചർ ഓഫ് കില്ലിങ് ഡോക്ടേഴ്സ് ഡൂയിങ് അബോർഷൻ. അതാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഡോക്ടേഴ്സിനെ കൊല്ലുക, പിന്നെ അബോർഷൻ അനുകൂലമായിട്ടുള്ള നിയമം ഉണ്ടാക്കുന്നവരെ കൊല്ലുക. ഞാൻ വാർത്തകൾ തന്നെ കാണിച്ചു തരാം, അതിലൂടെ പോയിട്ട് നമുക്ക് ചർച്ചയാവാം. ഇത് 2 ഡോക്ടേഴ്സിൻ്റെ മരണമാണ്. ഒന്ന് 2009 ഡോക്ടർ ജോർജ് ടില്ലർ. ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്.
അബോർഷൻ അതായത് ഒരു നമുക്കിപ്പം അതായത് പറയുന്നത് അണ്ടവും ബീജവും ചേർന്നൊരു സ്നിഗ്ധാണ്ഡം ഉണ്ടാവും. ആ സ്നിഗ്ധാണ്ഡം ഉണ്ടാകുന്ന നിമിഷം മുതൽ അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് അബോർഷൻ, അത് എന്ത് കാരണത്താലാണെങ്കിലും നശിപ്പിച്ചാൽ അബോർഷനായിട്ടാണ് കൂട്ടുന്നത്. അബോർഷൻ ചെയ്ത ഒരു ഡോക്ടറാണ് ജോർജ് ടില്ലർ. അദ്ദേഹത്തെ കൊന്ന് പിടിക്കപ്പെട്ട ആൾ ശിക്ഷ വാങ്ങി അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവനാണ് രക്ഷിച്ചതെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പള്ളിയിലായിരുന്നപ്പോഴാണ് കൊന്നത് കേട്ടോ, വായിച്ചു നോക്കിയാൽ മതി. പള്ളിയിൽ ആയിരുന്നു, ഇദ്ദേഹം വിശ്വാസിയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ കൊന്നിട്ട് പിടിക്കപ്പെട്ട ആൾ പറഞ്ഞത് ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ചെന്നാലും ഇതിൻ്റെ പേരിൽ ശിക്ഷ ഉണ്ടാവില്ലെന്നും ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദൈവം പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുമെന്നും അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം പറയില്ല. ഇത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ മതതീവ്രവാദം എന്ന് പറയുന്നത്. ഇനി അപ്പുറത്തൊരു സംഭവം കാണാം. ഇത് നമ്മൾ പറഞ്ഞ പീരീഡ് അല്ല, അതിന് മുമ്പുള്ളതാണ്. 1962 സംഭവിച്ചൊരു കാര്യമാണ്. ഡോക്ടർ ജിയാന ബെരേറ്റ മൊല്ല, ഇവരൊരു പീഡിയാട്രീഷ്യനായിരുന്നു. ഇവരും ഈ അബോർഷൻ റീസൺ കാരണം കൊല്ലപ്പെട്ട ഒരാളാണ്. പക്ഷേ അവർ നല്ല വിശ്വാസിയായിരുന്നു. അവർ 4ാമത്തെ തവണ പ്രഗ്നൻ്റ് ആയപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. ഇപ്പോൾ ക്യാൻസറിന് ചികിത്സിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അബോർഷൻ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് അത് വേണ്ട, ഞാൻ മരണം വരിച്ചോളാം. അങ്ങനെ അവർ ക്യാൻസർ കൂടി അവർ കുട്ടീനെ പ്രസവിച്ചു. അത് കഴിഞ്ഞ് അവർ മരിച്ചു. ആ ഒരു കാരണം കൊണ്ട് അവരെ കത്തോലിക്ക സഭ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. ആ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ച ചടങ്ങിൽ, നിങ്ങൾക്കറിയാം വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരുപാട് ചടങ്ങുണ്ട്. ആദ്യം വാഴ്ത്തപ്പെട്ടവൾ, ധന്യ വാഴ്ത്തപ്പെട്ടവൾ, പിന്നെയാണ് വിശുദ്ധ. പിന്നെ എല്ലാത്തിനൊക്കെ ഒരു അത്ഭുതം നടക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും അവരെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ച ശേഷം ആ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ചടങ്ങിൽ ആ മക്കളെല്ലാം പങ്കെടുത്തു. അതായത് ആ മകൾക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ആഘോഷിക്കപ്പെട്ടവർ, അതും അബോർഷൻ അനുവദിക്കാത്തതിന്, സ്വന്തം അബോർഷൻ അനുവദിക്കാത്തതിന് വിശ്വാസിയായ ഒരു ഡോക്ടർ, അവർ പീഡിയാട്രീഷ്യനായിരുന്നു, അവരും കൊല്ലപ്പെട്ടു. ഇനി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാനിതൊരു ഈ 2009 ജോർജ് ടില്ലറിൻ്റെ പേരൊരു ഡിബേറ്റിൽ പറഞ്ഞപ്പം അന്ന് രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2009 അല്ലേ, ഇന്ന് വല്ലതും ഉണ്ടോ? അന്ന് 2022 അപ്പോൾ ധാരാളം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 2025 നടന്നതാണ്, 26 റിപ്പോർട്ട് ചെയ്യാറായിട്ടില്ല. എന്താണ്? പാം സ്പ്രിംഗ് ഫെർട്ടിലിറ്റി ക്ലിനിക് ബോംബിങ്. ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ബോംബ് ചെയ്യുകയാണ്. ഇതിന് കൊല്ലപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എക്സ്പ്ലോഷനാണ്. കൊല്ലപ്പെട്ടവർ നിങ്ങൾ വായിച്ചു നോക്കി അറിയാം, കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഫെർട്ടിലിറ്റി ക്ലിനിക്ക് ബോംബ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഫെർട്ടിലിറ്റി ക്ലിനിക്ക് ബോംബ് ചെയ്യുന്ന ഇതേ ആശയത്തിൻ്റെ പേരിലാണ്. കാരണം ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ എന്താ നടക്കുന്നത്? ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ നമ്മൾ അണ്ടവും ബീജവും എടുത്ത് അതിനെ കെമിക്കലി അല്ലെങ്കിൽ ലാബോറട്ടറിയിൽ സൈഗോട്ട് ഉണ്ടാക്കി ആ സൈഗോട്ടിനെ അമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുന്ന പരിപാടിയാണ്. പക്ഷേ നമ്മൾ ഒരണ്ടവും ഒരു ബീജവും അല്ല എടുക്കുന്നത്. നമ്മൾ കുറേ ബീജങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ബീജം അല്ലെങ്കിലും ഒരുപാടുണ്ട്. അണ്ടവും ഒന്നിൽ കൂടുതൽ എടുക്കും. സൈഗോട്ടുണ്ട്, പ്രോമിനൻ്റ് ആയിട്ടൊരു സൈഗോട്ടിനെ ആയിരിക്കും മിക്കവാറും ഒരു കുഞ്ഞാക്കാൻ നമ്മൾ വിടുന്നത്. ബാക്കിയുള്ള സൈഗോട്ട്സ് എന്ത് സംഭവിക്കും? ഭ്രൂണങ്ങൾ നശിക്കും. ആ ഓരോ ഭ്രൂണം എന്താണ്? ആരോഗ്യമുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള മനുഷ്യരാണ്. അതാണ് കത്തോലിക്ക വിശ്വാസം, ക്രിസ്തുമത വിശ്വാസം. കത്തോലിക്ക വിശ്വാസം എന്ന് ഞാൻ പറയുന്നത് ക്രിസ്തുമതത്തിൻ്റെ ഒരു പ്രധാന വിഭാഗമായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെ കൊല്ലുന്നത് തീർച്ചയായിട്ടും കൊലപാതകമാണ്, എന്നെയും നിങ്ങളെയും കൊല്ലുന്ന പോലെയാണ്. അതുകൊണ്ട് ആ ക്ലിനിക്കിലെല്ലാം ബോംബിടുക. 1-2 പേര് മരിച്ചാലും കുഴപ്പമില്ല, ഒരുപാട് ഭ്രൂണങ്ങൾ രക്ഷപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു നീതിശാസ്ത്രം അവർ പറയുന്നത്. ഇനി 2025 നടന്നൊരു കാര്യമാണ്. 2025 നേരെ പോയിട്ട് നമ്മുടെ ഒരു അതായത് അബോർഷൻ നിയമങ്ങളുണ്ടാക്കിയ നിയമജ്ഞരെ, അതായത് സ്പീക്കറൊക്കെയാണ് അമേരിക്കയിലെ, നേരെ ലെജിസ്ലേറ്റീവ് പോയിട്ട് 2 പേരെ കൊന്നു, അവരുടെ സ്പൗസിനെയും കൊന്നു കളഞ്ഞു. വളരെ സിമ്പിൾ. എന്നിട്ട് പിടിക്കപ്പെട്ടവരെന്താ പറഞ്ഞേ? അയാൾ 57 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ എന്താണ് ഒരുപാട് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കൊന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങി. വളരെ സിമ്പിളായിട്ട്. കാരണം അവർക്കൊക്കെ ഒരുപക്ഷെ ക്രിസ്ത്യൻ സ്വർഗം ഉണ്ടായിരിക്കാം എന്നുള്ളത് നമുക്ക്, പക്ഷേ ക്രിസ്ത്യൻ സ്വർഗം ഉണ്ടോ എന്നുള്ളത് അതിലേക്ക് നമുക്ക് പോകാം. അത് ബൈബിളിക്കലായിട്ട് നമുക്ക് നോക്കാം. എങ്കിലും അടുത്തത്, ഇനി ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് നോക്കിയാൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ 1990 മുതൽ ഉള്ള മാസ് ഷൂട്ടിംഗ്, ക്ലിനിക്കൽ അറ്റാക്സ് എല്ലാം ആണ്. 90, 93, അതുപോലെ 94, 2009 എല്ലാം ഓരോ ഡോക്ടർമാരെ കൊന്നത് മാത്രമാണ് എഴുതി. 2025 അത് മറ്റേ സ്പീക്കറിനെ കൊന്നതാണ്. കൊലപാതകം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കൊരു പുത്തരിയൊന്നുമല്ല. നേരെ ഇടുക, ബോംബിടുക, തട്ടുക, ഇത് തന്നെയാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും സ്വർഗമുണ്ട്, ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഞാൻ പറഞ്ഞൊരു യൂറോപ്പെല്ലാം അത്ര ഡീസൻ്റ് ഒന്നുമല്ല. യൂറോപ്പിൽ ഇച്ചിരി കത്തോലിക്കർ കൂടെ ഉള്ളൊരു സ്ഥലമുണ്ട്, അതാണ് അയർലൻഡ്. അവിടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരു സംഭവം, സവിത എന്ന് പറഞ്ഞ ഒരു ലേഡി. ഇവരൊരു ഇന്ത്യൻ വംശജയാണ്. ഇവർക്ക് അബോർഷൻ ചെയ്താൽ ഇവർക്ക്, അതായത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അവരുടെ ട്രീറ്റ്മെൻറ്റ്, അവരുടെ ഒരു ആരോഗ്യ പ്രശ്നം വന്നിട്ട്. പക്ഷേ അവിടുത്തെ നിയമം അത് അത്ര പെട്ടെന്ന് അനുവദിച്ചില്ല. എന്തായാലും അവരും കൊല്ലപ്പെട്ടു. അവർ ആ അബോർഷൻ ചെയ്യാതെ
കൊല്ലപ്പെട്ടു. അവർക്ക് പിന്നീട് അയർലൻഡ് തന്നെ ഇത് മനസ്സിലാക്കി. ഈ സംഭവം അയർലൻഡ് ഇത് മനസ്സിലാക്കിയിട്ട് അയർലൻഡ് തന്നെ തിരുത്തുക ചെയ്തു ഈ സംഭവം. അതായത് അവർ ആ നിയമം മാറ്റിയിട്ട് അബോർഷൻ അനുകൂലമായിട്ടൊരു നിയമം ഉണ്ടാക്കി. അത് യൂറോപ്പിൻ്റെ ഒരു ഇതായിട്ട് കാണാം. എങ്കിലും യൂറോപ്പിൽ അത്ര കഠിനമായൊരു നിയമം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അയർലൻഡിൽ പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികൾ വളരെ കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ജനറലി യൂറോപ്പിനെ നമുക്ക് ഇതിൽ പെടുത്താൻ കഴിയില്ല. US തന്നെയാണ് ക്രിസ്ത്യൻ തീവ്രവാദം നടക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഈ ക്രിസ്ത്യൻ തീവ്രവാദം ശരിക്കും എന്തിനായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? ക്രിസ്ത്യൻ തീവ്രവാദം ഇത്രയും കാലം ബിബ്ലിക്കലായിട്ടാണ് നടന്നത്. അതായത് ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അന്യ വിഗ്രഹ ആരാധകർ ഇവരെയൊക്കെ കൊന്നുകളയാൻ പറഞ്ഞു. ഹോമോസെക്ഷൽസ് ഇവരെയൊക്കെ കൊന്നുകളയാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്രവാദിനികൾ, ഇപ്പോൾ ഏതെങ്കിലും സ്ത്രീയോട് ഒന്ന് കൊല്ലണമെങ്കിൽ അവരെ മന്ത്രവാദിനിയാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ ബിബ്ലിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊല്ലണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് ഒരു ഗർഭഛിദ്രം നടത്തുന്നവരെ കൊല്ലണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതിൻ്റെ ഒരു വചനമാണിത്. ബൈബിൾ എന്താണ് പറയുന്നത്? ആളുകൾ, പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 22-ാം വചനമാണ്. ആളുകൾ കലഹിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹ ഉപദ്രവം ഏൽക്കുകയാൽ ഗർഭഛിദ്രത്തിന് അടിമയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ചയാൾ പിഴയായി നൽകണം. എന്നാൽ മറ്റെന്തെങ്കിലും അവിടെ സംഭവിക്കുന്നെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. ഒന്ന് ഈ വചനത്തിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? അതായത് ഒരു ഗർഭിണിക്ക് എന്തെങ്കിലും ഉണ്ടായി കുട്ടി മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫൈൻ കൊടുത്താൽ മതി. പക്ഷേ അമ്മ മരിച്ചാൽ ജീവന് പകരം ജീവൻ കൊടുക്കണം. അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ജീവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യവാനായ നിങ്ങളുടെയും എൻ്റെയും ജീവൻ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഉദരത്തിലുള്ള ജീവനേക്കാൾ വില പിടിച്ചതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കൃത്യമായിട്ട് ബൈബിൾ പറയുന്ന, ഈ ബൈബിൾ ശരിയാണെന്നോ ബൈബിൾ ഇതാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ബൈബിൾ ഇതാണ് പറയുന്നത്. കാരണം ബിബ്ലിക്കലായിട്ടാണ് ഇത്രയും കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. ആ ബൈബിൾ പോലും ഈ വിഷയത്തിൽ പറയുന്ന ഇതാണ്. പക്ഷേ ഇത് നിരാകരിച്ചുകൊണ്ടാണ് ഇനി ക്രിസ്തു ഇത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആകാശം ഭൂമിയും കടന്നു പോകുന്നവിടെ വരെ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറില്ലെന്ന് ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊന്നും മാറില്ല എന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്റ്റിൽ ഇവിടെ പറയുന്നത് ഈ ഭ്രൂണത്തിൻ്റെ ജീവനും മനുഷ്യൻ്റെ ജീവനും ഒരേ വിലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ, ജീവനുള്ള മനുഷ്യരെ അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായ മനുഷ്യരെ കൊല്ലുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ചർച്ച് പറയുന്ന കാര്യങ്ങൾ, അതായത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ തലക്കെട്ടിലെ പ്രീക്കാന എന്നുള്ള വാക്ക് വരുന്നത്. ചർച്ച് ഇത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചർച്ച് ഇത് പഠിപ്പിക്കുന്നത്, ഞാനിപ്പം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മാത്രമാണ് എടുക്കുന്നത്, ബാക്കി എല്ലായിടത്തും സമാനമായ വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ കത്തോലിക്ക വിശ്വാസി അത് പഠിപ്പിക്കുന്നത് പ്രീക്കാന എന്നൊരു കോഴ്സാണ്. പ്രീക്കാന എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരുടെ നിർബന്ധിത മതവിദ്യാഭ്യാസമാണ്. പ്രായപൂർത്തിയായവരുടെ വേദപാഠമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രായപൂർത്തിയായവരുടെ നിർബന്ധിത മതവിശ്വാസം. എങ്ങനെയത് നിർബന്ധിതമാകുമെന്ന് ചോദിച്ചാൽ, ഈ സംഭവം പഠിച്ച് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിന് പോകും. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്. അബോർഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു മർഡർ ആണ്. 5-ാം പ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അത് 5ഉം 6ഉം ഒക്കെ പ്രമാണത്തിൻ്റെ നമ്പർ മാറി വരും. എന്നാലും കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ ലംഘനമാണ്. രണ്ടാമത്തെ, ലൈഫ് ബിഗിൻസ് വെൻ എഗ്സ് ഗെറ്റ് ഫെർട്ടിലൈസ്ഡ്. അതായത് അണ്ടവും ബീജവും ഉണ്ട്, അത് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്ന ആ നിമിഷം മുതൽ ഇത് ലൈഫാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോപ്പർട്ടി പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ പോലും കൊല്ലരുതെന്ന പ്രമാണത്തിന് ലംഘനമാണെന്നാണ് പറയുന്നത്. കാരണം സൈക്കോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അടുത്തത്, അബോർഷൻ ചെയ്താൽ കൊല്ലരുതെന്ന പ്രമാണം ലംഘിക്കപ്പെടുന്നു. ഇതാണ് ചർച്ചിൻ്റെ പഠനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ലൈഫ്, അതായത് ലോജിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടത്തിനും ജീവനുണ്ട്, ബീജത്തിനും ജീവനുണ്ട്. ഇത് രണ്ടുകൂടെ ബന്ധപ്പെടുമ്പം ഉണ്ടാകുന്ന ജീവൻ, ആ ജീവൻ ഒരു മനുഷ്യന് തുല്യമാണ്. അപ്പോൾ ഈ അണ്ടത്തിൻ്റെ ജീവനോ ബീജത്തിൻ്റെ ജീവനോ? അപ്പോൾ ഈ അണ്ടവും ബീജവും പോകുന്നതും കൊലപാതകമല്ലേ? അല്ല, എനിക്കുണ്ടാകുന്നില്ല സംശയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൽ തന്നെ പുരോഹിതരായിട്ട് സന്യസ്തരായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? കന്യാസ്ത്രീകൾ, അച്ഛന്മാർ. ഇവരുടെയൊക്കെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അണ്ടവും ബീജവും വേസ്റ്റ് ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത്. അതായത് അതൊരു കോൺട്രഡിക്ഷനാണ്. ഒറ്റ അണ്ടവും ബീജവും നിങ്ങൾ കുഞ്ഞാക്കരുത്, ഇത് മുഴുവൻ വേസ്റ്റ് ചെയ്തു. ഇതിനെല്ലാം ജീവനും ഉണ്ട് കേട്ടോ. ഇത് മെർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ അത് ഒരിക്കലും ഫുൾ വേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ അച്ഛനും കന്യാസ്ത്രീയാക്കുന്നത്.
അത് ഈ ഒരു പ്രശ്നം, ഈ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഇത് പഠിപ്പിക്കുകയാണോ ലോജിക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പഠനങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ ഒരു പഠനം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള പ്രീക്കാന, അതായത് നമ്മളെ ഇത് 10, 11, 12 ക്ലാസ്സുകളിലെ വേദപാഠത്തിലും ഈ പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വം ഇപ്പോൾ ഇതിലേക്ക് നീക്കുന്ന ലോജിക്കൽ അല്ലെ പഠനങ്ങളുടെ ഒരു അടിസ്ഥാന തത്വത്തിലേക്ക് കിടക്കണം. എങ്ങനെയാണ് ഈ ഒരു തീവ്രവാദത്തിലേക്ക് വരുന്നത്? ആദ്യം എന്താണ്? സെക്സ് എന്ന് പറയുന്നത് ജീവദായകവും സ്നേഹദായകവുമായിരിക്കണം. ജീവന് സ്നേഹവും പങ്കുവെക്കാൻ മാത്രമേ സെക്സ് ചെയ്യാവുള്ളൂ. അല്ലാത്ത സെക്സ് എല്ലാം 6-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്, വ്യഭിചാരം ചെയ്യുന്നുള്ള ലംഘനമാണ്. ഒരു പ്രമാണമുണ്ട്. അപ്പോൾ ജീവന് സ്നേഹവും പങ്കുവെക്കപ്പെട്ടിരിക്കണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം അതിനൊരു ഇംപ്ലിക്കേഷൻ ഇതൊക്കെയാണ്. അതായത് ഹെട്രോസെക്ഷൽ ആക്ടിവിറ്റി അല്ലാത്ത എല്ലാ സെക്ഷൽ ആക്ടിവിറ്റിയും പാപമാണ്. ഹോമോസെക്ഷൽ ആക്ടിവിറ്റി പാപമാണ്. അതുപോലെ എന്താണ് ഈ പറഞ്ഞ കോൺട്രാസെപ്ഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. കോൺട്രാസെപ്ഷൻ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ? നിങ്ങൾ ഗർഭനിരോധന ഉറയോ ഗർഭനിരോധന ഗുളികയോ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ജീവൻ പങ്കുവെക്കുന്ന സാധ്യത മനഃപൂർവ്വം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ സെക്സ് ചെയ്യുന്നു. അവിടെ സ്നേഹം പങ്കുവെച്ചാലും ഇത് വ്യഭിചാരമാണ്. അതുകൊണ്ടാണ് ഒരു കത്തോലിക്കന് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഓരോ തവണയും സ്വന്തം ഭാര്യയായിട്ട് പള്ളിയിൽ കല്യാണം കഴിച്ച ഭാര്യയായിട്ട് സെക്സ് ചെയ്താൽ പോലും കുറ്റബോധം തോന്നും ബോധമുള്ളവന്. അത് തോന്നുന്നു കഴിഞ്ഞാൽ മതം പഠിച്ചവന്. ഇതാണ് പ്രശ്നം. ഓരോ സെക്സ് കഴിഞ്ഞും കുറ്റബോധം തോന്നുന്ന ക്രിസ്ത്യാനിയുടെ കത്തോലിക്കൻ്റെ അവസ്ഥയാണിത്. അതിൻ്റെ പഠനങ്ങൾ, ഈ പഠനങ്ങളാണ് പഠിപ്പിക്കുന്നത്. ചെറുപ്പം തൊട്ട് 5-ാം ഒന്നുതൊട്ട് നമ്മൾ വേറെ പഠിക്കും. ഇപ്പോൾ LKG തൊട്ടുണ്ടെന്ന് പറയുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ പ്രീക്കാനായിൽ ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് വിടും. ഇനി അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേക്കും അടുത്ത ഒരു ചോദ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കുന്നു. ഇത് കത്തോലിക്കരുടെ പഠനത്തിലേക്ക് ഞാൻ പോകുന്നത്. പാരലായിട്ടെല്ലാ വിഭാഗത്തിനുമുണ്ട്. ഇപ്പോൾ 2 കത്തോലിക്കർ കല്യാണം കഴിക്കുന്നു. ഇവർ ഉണ്ടാകുന്ന പരമാവധി കുട്ടികളെ ഉണ്ടാക്കുക, ഇതുങ്ങളെല്ലാം വളർത്തുക. ഇതാണ് ഈ പറയുന്നത്. ഇത് സാധ്യമാണോ? പരമാവധി കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതുങ്ങെല്ലാം ചിലവിന് കൊടുക്കണം. അപ്പോൾ ചിലവിന് കൊടുക്കാൻ വകയില്ലാതെ വരുമ്പോൾ എന്നാ ചെയ്യും? അച്ഛനോ കന്യാസ്ത്രീയൊക്കെ ആയിട്ട് വിടുക, അവിടെ അടിപൊളിയായിട്ട് ജീവിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണോ, ഇതാണോ അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ പരസ്യമായിട്ട് ഇവർക്കത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെയൊന്നും ചെയ്യേണ്ട, നിങ്ങൾ മനഃപൂർവ്വം ഒരു ജീവൻ ഉണ്ടാക്കുന്നതിനെ തടുക്കാതിരുന്നാൽ മതി. അതായത് ഉപയോഗിക്കരുത്, ഗുളിക ഉപയോഗിക്കരുത്, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. പക്ഷേ വേറൊരു പരിപാടിയുണ്ട്, നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. ഈ കളംവെട്ട് കളി പ്രീക്കാന പോകുന്ന എല്ലാവർക്കും കിട്ടുന്നൊരു പുസ്തകമാണിത്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അറിയാതെ അങ്ങോട്ട് ഗർഭനിരോധനം ചെയ്യാം. ഗർഭനിരോധനമല്ല, കോൺട്രാസെപ്ഷൻ ചെയ്യാം. അതായത് ഒരു സ്ത്രീയുടെ ഓവുലേഷൻ പീരീഡ് ഏകദേശം 28 ദിവസമാണ്. 28 ദിവസമുള്ള ഓവുലേഷനിൽ ഏകദേശം ജനറലായിട്ടാണ് പറയുന്നത് 14-ാം ദിവസമാണ് എഗ്ഗ് ഉണ്ടാവുക. ഈ 14-ാം ദിവസം എഗ്ഗ് ഉണ്ടായി കഴിഞ്ഞാൽ സ്പേമിന് ഒരു 4 ദിവസം ജീവൻ കാണും, എഗ്ഗിന് ഒരു 4 ദിവസം ജീവൻ കാണും. അപ്പോൾ ഈ എഗ്ഗ് ഉണ്ടാകുന്ന ഓവുലേഷൻ ഡേറ്റ് കാണുക. ഇതുപോലെ കളം വെട്ടി കളിച്ച് ഈ നടുക്ക് ഓവുലേഷൻ ഡേറ്റ് കാണുക. ആ ഓവുലേഷൻ ഡേറ്റ് 4 ദിവസം പുറകോട്ടും 4 ദിവസം മുന്നോട്ട് എടുത്താൽ ഒരു 9 ദിവസം ഏറെക്കുറെ കിട്ടും. ഈ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ സമയത്ത് ബന്ധപ്പെട്ടാലാണ് കുട്ടി ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് മാത്രം നിങ്ങൾ ബന്ധപ്പെടരുത്, ബാക്കി എല്ലാ ദിവസവും സെക്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ. നമുക്ക് വളരെ സന്തോഷമാണ്. അന്നത്തെ കാലത്ത് 10 ദിവസം കിട്ടുമല്ലോ, മതി. ആണുങ്ങളെ സംബന്ധിച്ച് ഇതൊരു കുഴപ്പമില്ല കേട്ടോ, കാരണം നമുക്ക് എപ്പോഴും പറ്റും. പക്ഷേ സ്ത്രീകൾക്ക് ഇത് പ്രശ്നമാണ്. അതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കുള്ള. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സ്ത്രീകൾക്കും ഓവുലേഷൻ കൃത്യമായിരിക്കില്ല. അവരുടെ കാര്യത്തിൽ ഈ സംഭവം തെറ്റും. പ്രഗ്നൻ്റ് എന്താ അബോർഷൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അബോർഷൻ ചെയ്യുന്നത് കൊലപാതക. പിന്നെ കുട്ടിയെ വളർത്തുക, അച്ഛനോ കന്യാസ്ത്രീയൊക്കെ ആയിട്ട് വിടുക, മൊത്തം കുട്ടികളാകുക. അതുപോട്ടെ. ഇനി അതല്ല, ഇനി അല്ലെങ്കിൽ ഒരു കേസ് അത്. ഇനി ഒരു സ്ത്രീ റെഗുലറായിട്ട് പീരീഡ്സ് ഉള്ള സ്ത്രീ ആണെങ്കിൽ പോലും വൺസ് പ്രഗ്നൻ്റ് ആവുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ റെഗുലറൈസേഷൻ നമുക്ക് കിട്ടില്ല, ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോഴും അടുത്ത കുട്ടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു കുട്ടിയോട് അടുപ്പിച്ചടുപ്പിച്ച് വിശ്വാസികൾക്ക് കുട്ടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട്. എന്താണെങ്കിലും ഇതൊരു പ്രാക്ടിക്കലുള്ള കാര്യമല്ല, ഇതിൻ്റെ അകത്ത് മറ്റ് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഈ മാർഗം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ ഇത് രണ്ടുമാണ്. എല്ലാ സ്ത്രീകൾക്കും റെഗുലറായിട്ടുള്ള പീരീഡ്സ്, രണ്ടാമത്തെ റെഗുലറായിട്ട് പീരീഡ് ഉള്ളവർക്ക് പോലും ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ റെഗുലർ ആവില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന് പക്ക സ്ത്രീവിരുദ്ധമായിട്ടുള്ള വേറൊരു വശവും കൂടെ ഉണ്ട്. ഇതെന്നാ ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഭയങ്കര സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രീക്കാന കോഴ്സ് ഇതിൽ പഠിപ്പിച്ച് വിടുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അധികം ചർച്ച ചെയ്യപ്പെട്ടതായിട്ടും തോന്നുന്നില്ല. ഇത് ഭയങ്കര സയൻറ്റിഫിക് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പക്ക സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ആ സ്ത്രീവിരുദ്ധത അതേ കോഴ്സിൽ അവർ തന്നെ പറയുന്നൊരു കാര്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാം? ഒരു സ്ത്രീ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് ഏറ്റവും അധികം ലൈംഗിക ആസക്തി ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് ശരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ലൈംഗിക ആസക്തി എപ്പോൾ ഉണ്ടാകുന്നവരുടെ കുട്ടികളാണ് അതിജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലൈംഗിക ആസക്തി നമ്മുടെ ഫെർട്ടൈൽ പീരീഡിൽ ഉണ്ടാകുന്ന
സ്ത്രീകളുടെ ജീനുകളാണ് അതിജീവിക്കുന്നത്. കാരണം ആ സമയത്താണ് അവർ ബന്ധപ്പെടുകയും കുട്ടികളെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളുടെ മക്കളാണ് നമ്മളുടെ എഗ്ഗിനും അല്ലെ നമ്മുടെ നമുക്കും എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലൈംഗികാസക്തി ഉണ്ടാകുന്നത്? അത് ജീവികൾക്കും അങ്ങനെ അല്ല, മനുഷ്യന് മാത്രമുള്ള കേസല്ല ഇത്. ഏറ്റവും കൂടുതൽ ഫെർട്ടൈലാകാനുള്ള സാധ്യതയുള്ള സമയത്ത്, അതായത് ഓവുലേഷൻ നടന്ന ആ പീരീഡിലാണ് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ലൈംഗികാസക്തി ഉണ്ടാകുന്നത്. ആ പീരീഡിൽ നിങ്ങൾ സെക്സ് ചെയ്യരുത്, ബാക്കി എല്ലാ സമയവും സെക്സ് ചെയ്തു. പുരുഷന് കുഴപ്പമില്ല, പക്ക സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് ഒരു വിധത്തിലും, അതായത് ഒരു കാലത്ത് ഒരു സ്ത്രീ ലൈംഗികത ആസ്വദിക്കരുത് എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. സ്ത്രീക്ക് അല്ലാതെ തന്നെ ലൈംഗിക ആസ്വദിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്പോണ്ടേനിയസ് ഓവുലേഷനാണ്. ഒരു സ്ത്രീക്ക് രതിമൂർച്ച വരണമെന്ന് നോക്കേണ്ട കാര്യം പോലും പുരുഷനില്ല. അവിടെ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ. അപ്പോൾ പോലും അങ്ങനെ പോലും ഇപ്പം നമുക്കൊരു കണക്കെടുത്താൽ പോലും ഓർഗാസം കിട്ടുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്കാണ് പറയുന്നത് ഓവുലേഷൻ നിങ്ങൾക്ക് സെക്സ് ഡ്രൈവ് ഉള്ളപ്പോൾ നിങ്ങൾ സെക്സ് ചെയ്യരുത്, നിങ്ങൾക്ക് ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾ സെക്സ് ചെയ്യരുത്. അല്ലാതെ സെക്സ് ചെയ്യുന്നത് ഏറ്റവും വലിയ, അത് റേപ്പിന് തുല്യമല്ലേ അല്ലാത്ത സമയത്ത് താല്പര്യമില്ലാത്തൊരു സ്ത്രീയോട് സെക്സ് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അപ്പോൾ അപ്പോഴും പറയും ഭർത്താവിന് വഴങ്ങി കൊടുക്കണം. അതൊക്കെ വേറെ പഠനങ്ങളാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഈ ഒരു പഠനത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ കേൾക്കുമ്പം ഈ വിവാഹ പരിശീലന ക്യാമ്പിലിരിക്കുന്നവർക്ക് മനസ്സ് മോഹമൊക്കെ ചുളിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ മുത്തച്ഛനോ അതിന് മുകളിലുള്ള ആരെങ്കിലുമോ കോൺട്രാസെപ്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ കുട്ടികൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നോ? അത് നോക്കുമ്പോൾ ശരിയാ. ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ മൂത്തമാനാ, വരാൻ വഴിയില്ല. എന്നാൽ പോലും അമ്മ അഞ്ചാമത്തെയാണ്, അപ്പോൾ വരികയില്ല, അമ്മ ഉണ്ടാവുമല്ല, പിന്നെ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന പോലെ നമ്മൾ പുറകോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഈ സംഭവം വരും, ഇങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ കുഴങ്ങി പോകാറുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുണ്ടാകാനുള്ള സാധ്യത അല്ലാതെ തന്നെ സീറോയുടെ അടുത്താണ്. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകാനുള്ള കാര്യം സീറോ. കാരണം നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം മുടങ്ങിപ്പോയാൽ മതി, അച്ഛൻ്റെ അമ്മയുടെ വേണ്ട, അതിൻ്റെ നിങ്ങളുടെ പരമ്പരയുള്ള ആരുടെയും കല്യാണം മുടങ്ങിപ്പോയാൽ മതി. നമ്മുടെ അച്ഛനും അമ്മയും ഒരുപക്ഷെ ഫസ്റ്റ് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നൊരു കുട്ടിയായിരിക്കില്ല, ചിലപ്പോൾ ഒരു അബോർഷൻ പീരീഡോ അല്ല എന്തെങ്കിലും വേണ്ട, ഒരു ദിവസം നിങ്ങൾക്കൊരു മൂഡൗട്ട് ആണെങ്കിൽ പോലും നിങ്ങളുണ്ടാവില്ല. അച്ഛനോ അമ്മയോ അല്ലെ മുത്തച്ഛനോ മുത്തച്ഛോ ആരാണെങ്കിലും നിങ്ങളുണ്ടാവില്ല. അപ്പോൾ വളരെ ഇനി പോട്ടെ, അവരുടെ കല്യാണം മുടങ്ങിപ്പോയാലോ? കല്യാണം മുടക്കുകൾ തന്നെ ഇന്ന് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുകളിലുള്ള അച്ഛനമ്മമാരെല്ലാവരും എല്ലാവരും കൃത്യമായിട്ട് അതേ രീതി കല്യാണം കഴിക്കുകയും അതേ കുട്ടികളുണ്ടാകുകയും അവരെല്ലാം അതേ കല്യാണങ്ങൾ നടക്കുകയും ചെയ്താൽ മാത്രം ഉണ്ടാകുന്ന ഒരാളാണ് നിങ്ങൾ. അതിനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. അതായത് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ജന്മങ്ങളും നമുക്ക് അങ്ങനെ ഈ ലോകം സർവൈവ് ചെയ്യത്തില്ല. ഇനി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. ഇന്ന് അത് പോപ്പുലേഷൻ കൂടുന്നതിൻ്റെ കാരണം നമ്മുടെ മെഡിക്കൽ സജ്ജീകരണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും ഇത് ഒരു മുരട്ടുവാദമാണ്. കാരണം ജന്മം കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ജീവനുകളും നമുക്ക് ഒരിക്കലും ജനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ നമ്പർ സെയിം ആണെങ്കിൽ പോലും ഒരു ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ ഒരാൾക്ക് വരാൻ വേറൊരാളുണ്ടാകും. ഞാൻ തന്നെ വേറൊരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടികൾ ഒരിക്കലും ഉണ്ടാവില്ല, വേറെ കുട്ടികളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു ചോദ്യം നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ ഇതൊരു അർത്ഥശൂന്യം, വെറുതെ ഒരു ജിമ്മിക്ക് കാണിക്കാനുള്ള ഒരു ചോദ്യമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്താണേലും ഇതിൻ്റെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പഠനം കൊടുക്കുന്നതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇത് ഈ രണ്ട് രീതിയിലുണ്ട്. ഈ ആശുപത്രിയിൽ സേവനം നടത്തുന്ന ജീവനക്കാരെ ഡോക്ടർ നേഴ്സ് ഉള്ളവർ വിശ്വാസികളാവാം. അങ്ങനെയുള്ളവർ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഡൗൺ സിൻഡ്രോം പോലെയുള്ള ടെസ്റ്റുകളും മറ്റുമൊക്കെ നമ്മൾ ഗർഭകാലങ്ങളിൽ ചെയ്തേക്കാം. പക്ഷേ ആ ഡിസബിലിറ്റീസൊക്കെ മറച്ചു വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു കുട്ടിക്ക് ഗർഭകാലത്തൊരു ടെസ്റ്റ് ചെയ്ത ശേഷം ഒരു റിസൾട്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അബോർഷൻ ചെയ്യേണ്ടി വരും. അത് ചിലപ്പം വെളിപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് അങ്ങനെ വരുമ്പോൾ. ഇനി വിശ്വാസികളായിട്ടുള്ള രോഗികൾ ഗർഭിണിയായ സ്ത്രീയും ഭർത്താവൊക്കെ വിശ്വാസികളാണെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കെന്താ 13ാമത്തെ ആഴ്ചയൊക്കെയാണെന്ന് തോന്നുന്നു, നമ്മുടെ ഇതുണ്ട്, ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഡൗൺ സിൻഡ്രോം ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഡൗൺ സിൻഡ്രോം ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പം ഒരു സർട്ടൻ പ്രോബിലിറ്റിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഫർദർ ടെസ്റ്റിന് പോകണമെന്ന് പറയും. ഡൗൺ സിൻഡ്രോം ഉണ്ടാകാൻ കുട്ടിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തുള്ള ടെസ്റ്റ്, അവിടെ തന്നെ അബോർഷൻ ഒരു സാധ്യതയുണ്ട്. ഇനി അതും എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഡൗൺ സിൻഡ്രോം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആദ്യത്തെ ടെസ്റ്റ് പലയിടത്തും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് വേണ്ടെന്ന് പറയും. ഈ കുട്ടി ഡൗൺ സിൻഡ്രോമായിട്ട് ജനിച്ചാലോ ആ ഫാമിലിയുടെ മുഴുവൻ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ് പോകുന്നത്. ആ കുട്ടിയോടും ചെയ്യുന്നൊരു ദ്രോഹമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് രണ്ട് ഭാഗത്തുനിന്നും, ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഈ പറയുന്ന രോഗികളുടെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഈ പറയുന്നുള്ള ആരോഗ്യമില്ലാത്ത കുട്ടികളെ ജനിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണത്. അതായത് നമ്മുടെ ഭരണഘടന പറയുന്ന, നമ്മുടെ നിയമം പറയുന്ന കാര്യങ്ങൾ, ആ നീതി പോലും ഇവിടെ മനുഷ്യർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സാധ്യതയിലേക്കാണ് ഇത് പോകുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ ലോ. ഇത് പുരോഗമന സമൂഹത്തിലുണ്ടായിരിക്കുന്നൊരു നിയമമാണ്.
എന്താണ് പറയുന്നത്? 24 ആഴ്ച വരെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നതാണ് പറയുന്നത്. അതെന്ത് കാരണത്തല്ല? പ്രധാനമായിട്ടും പറയുന്നത് ഈ അമ്മയുടെ ശാരീരികമോ മാനസികമായിട്ടുള്ള അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഒരു സ്ത്രീ പറയാണ് എനിക്ക് മാനസികമായിട്ട് ഈ ഗർഭം തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അബോർഷൻ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പലപ്പോഴും പ്രത്യേകം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ചെയ്ത് കൊടുക്കാറില്ല, പക്ഷേ അവർ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ ചെല്ലുക, തീർച്ചയായിട്ടും അവർ ചെയ്തു തരും. ഇതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ ഭ്രൂണം എന്ന് പറയുന്നത് അത് അതിനാൽ തന്നെ ഒരു ജീവനല്ല, അത് ജീവനാണ്, പക്ഷേ അതിനാൽ തന്നെ വളരാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിൻ്റെ അമ്മയുടെ ഉദരം വേണം, അല്ലെങ്കിൽ ഒരു അമ്മയുടെ ലൈഫ് തന്നെ വേണം, അത് കൊടുത്തിട്ടേ പറ്റുള്ളൂ. അങ്ങനെ വളരാൻ അങ്ങനെയുണ്ടെങ്കിൽ അണ്ടവും ബീജവും ജീവനാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ ഭ്രൂണത്തിന് വളരാൻ ഒരു അമ്മയുടെ എല്ലാ ഇതും വേണം. അപ്പോൾ അമ്മയ്ക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ അബോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ നിയമം. ഇനി കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 13 വയസ്സുള്ളൊരു ഒരു കുട്ടി ഗർഭിണിയാകുകയും അത് പിന്നീട് ലേറ്റായിട്ട് അറിയുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി 31 ആഴ്ച കഴിഞ്ഞ് പോലും ഒരു അബോർഷൻ സംഭവിച്ചെന്നുള്ള ഒരു കുട്ടിയായി. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ റൈറ്റ് ടു ലൈഫിനെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. MDP ആക്ട്, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് വെച്ചല്ല, അതിൻ്റെ റൈറ്റ് ടു ലൈഫ് വയലേറ്റ് ആകുമെന്നും പറഞ്ഞുകൊണ്ട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ 24 ആഴ്ച വരെ സാധാരണ ഒരു സ്ത്രീയുടെ അവകാശമാണ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ. അവർക്ക് മാനസികമായിട്ട് അത് ഗർഭം മുന്നോട്ട് പോകാൻ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്, ഗർഭം തുടരാൻ ഒരു സ്ത്രീയെ നിർബന്ധിക്കാൻ കഴിയില്ല. നിരീക്ഷണവുമായി സുപ്രീം കോടതി വിധിയാണത്. ഒരു സ്ത്രീ അതൊക്കെ മാനവികമായ നിയമങ്ങൾ കാട്ടിത്തരുന്ന വിധികളാണിത്. പക്ഷേ ഇതിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഭാഗ്യത്തിന് ഇവിടെ ക്രിസ്ത്യാനികൾ കുറവായതുകൊണ്ടാണ് ഇവിടെ വെടിവെപ്പ് നടക്കാത്തത്. അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലത്തൊക്കെ IVF നടക്കുന്നിടത്തൊക്കെ വെടിവെപ്പ് നടക്കും. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നിങ്ങൾ എന്തിനാണ് ക്രിസ്തുമതത്തെ വിമർശിക്കുന്നത്? അവരൊക്കെ ഡീസൻ്റ് അല്ലേ, ഇസ്ലാം അല്ലേ പ്രശ്നം എന്ന് ചോദിക്കുന്നത്? ഇസ്ലാം പ്രശ്നമാണ്, പക്ഷേ ക്രിസ്തുമതം പ്രശ്നമാണ്. ഇവിടെ ആൾക്കാരില്ലാണ്ടാ, അത് ആൾ കൂട്ടി നോക്ക്, അന്നേരം അറിയാം. പിന്നെ എന്തിനാണ് ഇത് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, ആൾ കൂട്ടിക്കഴിഞ്ഞാൽ വോട്ട് കൂടും, ഈ പറയുന്ന ഈ പ്രാബല്യം വരും, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ നിയമം പറയുന്നത് ഇതാണ്. പിന്നെ ഒരു ടെസ്റ്റ് നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഒരു ധാരണയാവും. അതായത് ഒരു കെട്ടിടത്തിന് തീ പിടിക്കുന്നു, ഒരു വലിയൊരു കെട്ടിടത്തിന് തീ പിടിക്കുന്നു, നിങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അവിടെ 1 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു 10 ഭ്രൂണങ്ങളുമുണ്ട്. 10 ഭ്രൂണത്തെ ശീതീകരിച്ച് വെച്ചിരിക്കുക, സൈഗോട്സ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ 1 വയസ്സുള്ള കുട്ടീനെ രക്ഷിക്കാം, അല്ലെങ്കിൽ ഈ 10 ഭ്രൂണം എടുത്ത് ബാഗിൻ്റെ അകത്തിട്ടുകൊണ്ട് പോവാം. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഒരു ക്രിസ്ത്യാനി ഈ 10 ഭ്രൂണങ്ങളെ രക്ഷിക്കുകയും 1 വയസ്സുള്ള കുട്ടിയെ മരിക്കാൻ വിടുകയും ചെയ്യും. അതാണ് ക്രിസ്ത്യാനി, അവനാണ് ക്രിസ്ത്യാനി. അല്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല. അല്ലെങ്കിൽ ഈ സഭയിൽ എന്തായാലും അവനെ വെച്ചുകൊണ്ടിരിക്കുകയില്ല. കാരണം അവിടെ 10 ജീവനാണ് ഞാൻ രക്ഷിക്കുന്നത്. ഈ 10 ഞാൻ എവിടെ കൊണ്ടുപോയി ജീവനാക്കും എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. 10 ജീവനാണ് രക്ഷിക്കുന്നത്. ഒരു കുട്ടി, 1 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അതാണ്, ആ ലോജിക്കാണ് ഈ പഠിപ്പിച്ചു വിടുന്നത്. ഇനി ഈ തിയറി ഒരു വാദത്തിന് വേണ്ടി വെക്കുകയാണ്. ഈ തിയറി എപ്പോഴാണ് ശരിയാകുന്നത്? ഉൽപ്പത്തി പുസ്തകമാണ്. ഇതുപോലെയൊക്കെ നടന്നെങ്കിൽ വേണമെങ്കിൽ ഇത് പറയാം. അതായത് എങ്ങനെയാണ് ബൈബിൾ പ്രകാരം മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യൻ ഇങ്ങനെ ദൈവം ഇങ്ങനെ നോക്കി, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായമാണ്. മനുഷ്യൻ എന്നാൽ അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന അല്ല, എന്നാൽ പിന്നെ നീ ഇച്ചിരി സെക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വാരിയിൽ ഊരിയിട്ട് ഔവാനെ ഉണ്ടാക്കി കൊടുത്തു, സെക്സ് ചെയ്തോളാൻ പറഞ്ഞു. ദൈവം കൊടുക്കുന്നതാണ് സെക്സിനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ദൈവം കുറേ നിർദ്ദേശം വെക്കുന്നു നിങ്ങൾക്ക് വേണം പറയാം. പക്ഷേ ഇങ്ങനെയാണോ മനുഷ്യനുണ്ടായത്? സെക്സ് ഉണ്ടായത് ഇങ്ങനെയാണോ? സെക്സ് ഉണ്ടായത് ഇങ്ങനെയല്ല. സെക്സ് ഉണ്ടായത് എങ്ങനെയാണ്? ആദ്യം അജൈവ തന്മാത്രകളിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്. അജൈവ തന്മാത്രകൾ പരിണമിച്ച് ജീവൻ്റെ സെല്ലുണ്ടാകുന്നു. ഇതുണ്ടായിട്ട് 200 കോടിയോളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബഹുകോശ ജീവികളിലേക്കുള്ള പരിണാമം നടക്കുന്നത്. ഈ പരിണാമത്തിന് ശേഷം ആണ് സെക്സിലേക്ക് വരുന്നത്. സെക്സ് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇപ്പം ഞാനൊരു ഏകോശ ജീവിയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് എൻ്റെ ജീൻസ് മാത്രമേ കാണുള്ളൂ, പിന്നെ മ്യൂട്ടേഷൻ വഴിയൊക്കെ ഉള്ള മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു രോഗം വന്നാൽ, ഞാൻ മരിക്കാൻ ഉള്ള ഒരു രോഗം വന്നാൽ കുട്ടി മരിച്ചു പോകും, അവൻ്റെ ജനറ്റിക് സെറ്റപ്പ് അതാ. പക്ഷേ സെക്സ് വഴി ആ കുട്ടിക്ക് വേറൊരാളുടെ ജീൻസ് കൂടെ വന്നാൽ ഒരു വെറൈറ്റി ഉണ്ട്. കുറേ കുട്ടികളാകുമ്പോൾ കുറേ കുട്ടികൾ അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ അതിജീവന സാധ്യതയിലാണ് സെക്സ് സർവൈവ് ചെയ്തത്. ഇങ്ങനെ സർവൈവ് ചെയ്തപ്പോൾ മനുഷ്യനുണ്ടായിട്ടില്ല. ഇങ്ങനെ ഉണ്ടായി ജീവികൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ടായി, അതിൻ്റെ റിപ്രൊഡക്ഷൻ ഉണ്ടായി വന്ന് മനുഷ്യനിലേക്ക് ഇത് പരിണമിച്ച് അങ്ങനെയാണ് മനുഷ്യനുണ്ടാകുന്നത്. ഇതാണ് അവിടെ മനുഷ്യന് ലവ് ഒക്കെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? നമുക്ക് കൂടുതൽ ബോണ്ടിങ്ങിലാവുമ്പം മനുഷ്യക്കുട്ടിക്ക് കൂടുതൽ അച്ഛനും അമ്മയും തമ്മിൽ ബോണ്ടിങ്ങിൽ കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം മനുഷ്യക്കുട്ടിക്ക് ഒരു പട്ടിക്കുട്ടിയെ പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ എണീറ്റ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛനും അമ്മയും കുറേ നാൾ ഒന്നിച്ച് നിൽക്കണം. ഇങ്ങനെയാണ് ബോണ്ടിങ്, ലവ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഒരു പരിണാമ പാത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പരിണാമ പാതയിൽ ഈ പറയുന്ന ലോജിക്ക്, ആദ്യം പറയുന്ന ലോജിക്ക് ശരിയാകത്തില്ല. ഇനി ആദ്യം പറഞ്ഞ പോലെയാണ് മനുഷ്യനുണ്ടായതെങ്കിൽ
അല്ലെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ നിയമങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുക, എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെന്ന് പറയാം. പക്ഷേ മനുഷ്യനുണ്ടായത് അങ്ങനെയല്ല, ഈ ഓർഡറിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇത് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് എന്നേ പറയാൻ സാധിക്കൂ. എന്തായാലും ഈ വിഷയം ഞാൻ ഇതിനോടനുബന്ധിച്ച് ഒരു വിഷയം കൂടെ എടുത്തിരുന്നു. പ്രീകാന എന്ന് സെർച്ച് ചെയ്താൽ മതി, എൻ്റെ പേരടിച്ചാൽ കിട്ടും. അത് അവിടെ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും കൂടെയാണിത്. എന്താണെങ്കിലും ഇത് പ്രധാനമായിട്ട് ഇത് പറഞ്ഞത് ക്രിസ്ത്യൻ തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്രിസ്ത്യൻ തീവ്രവാദം എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. അത് ക്രിസ്ത്യാനികൾ കൂടിയാൽ അത് വരാൻ സാധ്യതയുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി.